നമുക്ക് റിംഗൺ റവയ്യ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിൽ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയത്. നല്ലോണം പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 2 സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പലണ്ടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, കപ്പലണ്ടി. പിന്നെ നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, മല്ലിയില. ഈ ഉരുളക്കിഴങ്ങ് ആലു എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കേണ്ട. ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വഴുതനങ്ങ ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ശരിക്കും ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു വഴുതനങ്ങ എടുത്ത് അതിനെ ഇങ്ങനെ കീറി അതിനകത്ത് മസാല നിറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന വഴുതനങ്ങ അത്ര വിശ്വാസം പോരാത്തത് കൊണ്ട് ഞാനതിനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ മല്ലിയില. പിന്നീട് നമുക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഒക്കെ വേണം. ഞാൻ അത് തയ്യാറാക്കുമ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണ. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുത്തു, ഉള്ളി. നമുക്ക് നന്നായി ഉള്ളി ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് ആയിട്ടുണ്ട്. ഇതാകണ്ടോ, നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഇനിയും നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാവുന്ന. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആയിരുന്നു. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയുന്നത് മാഗി മസാലയാണ് ഇടുന്നത്. മാഗി മസാലയാണ് ഇടുന്നത്. നമ്മളതിലേക്ക് മാഗി മസാല ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കാം. ഇതിലേക്ക് ശകലം മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ഇളക്കണം. കുറച്ച് മല്ലിയില അവിടെ മാറ്റി വെക്കേണ്ടതുണ്ട്, കാരണം നമുക്ക് ലാസ്റ്റിൽ ആവശ്യമുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് നിറച്ച് ഇനി ഇതിനെ കുക്കറിനകത്ത് വെച്ച് നമുക്കൊരു 2 അടി അടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മസാല നിറച്ച് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ആളുകൊണ്ട് ഇതിനകത്തേക്കിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റാം. അതല്ലാതെ നമ്മുടെ ഇനി കിഴങ്ങ് ഇരിപ്പുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് കെട്ടിയത്, അതുകൂടെ ഇതിനകത്ത് ഞാൻ ഈ വഴുതനങ്ങയെ ഇങ്ങനെ ഒരെണ്ണം മാത്രം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൂ. ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നമുക്കിതിനകത്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം, വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ. നമ്മുടെ റവയ്യ മസാലയെല്ലാം വഴറ്റിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാനൊന്ന് കഴുകി ഇച്ചിരി വെള്ളം അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഇനി ഇത് ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം 2 വിസിലടിക്കണം. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റവയ്യ ഞാൻ ആ പാനൊന്ന് കഴുകി ഇച്ചിരി വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വരണ്ട ഒരു വെന്ത് കുറുകിയ ഒരു കറിയാണിത്, റവയ്യ. ഇനി നമുക്കത് അടച്ച് വെച്ച് 2 അല്ലെങ്കിൽ 3 വിസിൽ അടിക്കണം. വിസിലടിച്ച് തണുത്തിട്ട് നമുക്ക് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക്. ഇനി നമുക്കിതൊന്ന് അടിച്ച് 3 വിസിൽ 2 3 വിസിലടിച്ച് 3 വിസിലടിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ റവയ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ ഈ കുക്കറിൽ നിന്ന് അത് വീണ്ടും ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്
എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അപ്പം നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് എടുത്ത് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റിംഗൺ റവയ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ, കണ്ടോ, കാണാൻ നല്ല ഭംഗിയല്ലേ? കാണാനല്ല, ഇത് കഴിക്കാനും നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ഗ്രീനിഷ് യെല്ലോ കളറിൽ പച്ചമുളകൊക്കെ ഇട്ടുണ്ടാക്കിയാൽ ഇതിൻ്റെ കളർ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ചില്ലി പൗഡർ ഇട്ടുണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അത് കാണാനൊരു ഭംഗിയൊക്കെ ഉള്ളത് അത് നമ്മൾ ചില്ലി പൗഡർ ഉപയോഗിക്കുമ്പോഴാണ്. ബൈ ബൈ, താങ്ക് യു.